നമ്മളങ്ങനെ ഒരു നീണ്ട യാത്രക്കൊടുവിൽ നമ്മുടെ സ്ഥലത്തെത്തി. നോക്കി. അപ്പൊ ഈ വീട് നോക്കാനായിട്ട് നമ്മൾ ഇത്ര ദൂരം വന്നത്. ഹാള് സെറ്റ് ആയിട്ടുണ്ട്. കണ്ടോ, അടിപൊളിയല്ലേ? നല്ല വിശാലമായ ഹാള്. പ്രത്യേകം എന്താണെന്നറിയാമോ? ഇതിന്റെ ഡബിൾ ഹൈറ്റില് ഗ്ലാസ് ആണ്. കണ്ട എന്താണ് അമ്മയും മക്കളും കൂടി ഇങ്ങനെ വരുന്നില്ലേ? പോണ്ടേ? സംഭവം ഈ പറഞ്ഞതുപോലെ ഇറ്റലില്ലെങ്കിൽ നമുക്ക് യാത്രക്ക് സമാധാനം കിട്ടൂല കേട്ടാ. സമാധാനം വെച്ചാല് നമുക്കൊരു എന്തെല്ലാം ഒരു മനസ്സിലൊരു അക്കച്ചക്ക അല്ലെ, ഒരു ടെൻഷൻ എന്തൊക്കെയോ ഇട്ടിട്ട് പോണ പോലെ തോന്നും. സംഭവം തന്നെ നമ്മളിപ്പോ ഒരു യാത്ര പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോ ഇറ്റയുടെ രണ്ടെണ്ണത്തിനെയും കൂട്ടുന്നില്ല. നമ്മള് വേറെ ഒന്നല്ല, നമ്മള് ഇന്ന് പോയി 2 ദിവസത്തെ പരിപാടി അതാണ്. അതായത് നാളെ രാത്രിയെങ്കിലും നമുക്ക് തിരിച്ചെത്തണം. രാത്രി എന്ന് വെച്ചാൽ വെളുപ്പാവും, അങ്ങനെയാ പ്രതീക്ഷ. അപ്പൊ ഇവരിവിടെ ആക്കിയിട്ട് നമുക്ക് പോയി വേഗം വരാം. അപ്പൊ താഴെ ഒരു ടീമുണ്ട് നമ്മളോടൊപ്പം. അത് താഴെ ഇപ്പൊ ഇറങ്ങുമ്പോ അവരെ കാണാം. അപ്പൊ രണ്ടും കൂടെ കിടന്ന് ഉറങ്ങട്ടെ. ഞങ്ങൾ പറഞ്ഞ് രാത്രി കിടക്കാൻ നേരത്ത് ടാറ്റയൊക്കെ പറഞ്ഞിട്ടാണ് കിടത്തിയത്. ഇനി വെളുപ്പിന് വിളിക്കൂല എന്നൊക്കെ പറഞ്ഞിട്ട്. നല്ല രണ്ടും കിടക്കട്ടെ. വാ എന്നാ പിന്നെ വാ. സമയം കുറെ നേരം 5 മണിക്ക് ഇറങ്ങണം എന്ന് പറഞ്ഞാണ്. വെളുപ്പിന് ഇപ്പൊ 5:10 ബാ 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 ബാ. കമോൺ കമോൺ കമോൺ, ഗെറ്റ് റെഡി. ഉമ്മ മുത്തേ, ഉമ്മ ചക്കൊരു മുത്തേ, ചക്കൊരു പൊന്നേ, ഒരു മുൻചാടി വെച്ചക്ക് കിടന്നോട്ടപ്പ അവിടെ കിടന്നോട്ടിട്ട്. ഓക്കെ എന്നാ വാ, ടാറ്റാ. അപ്പഴേ എപ്പോഴത്തേം പോലെ തന്നെ പെട്ടിയെല്ലാം ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല നമ്മളോടൊപ്പം 2 പേരുണ്ടെന്ന്. ഞാൻ കാണിച്ചു തരാം. അറിയോന്നൊക്കെ നോക്കുന്നുണ്ടെന്ന്. അറിയാം, സാധ്യത കുറവാ. അതെ, രണ്ട് ഷൊണ്ണകൾ. എന്തുവാ ഇത്? പാണ്ട് ജീൻസ് ഒക്കെ ഇട്ട് ആരാ എന്താ? അതെ, നമ്മളിന്ന് ബേസൻ വാലി വരെ പോയിട്ട് വരാം അല്ലേ? ബേസൻ വാലി ഇടുക്കിയുടെ മിടുക്കി പോവാ. ഒരുത്തിയാടുന്ന് പിള്ളേരെ പിന്നെ ഇപ്പളെങ്കിൽ ഇറങ്ങൂലെന്ന് തോന്നുന്നു. ഇവിടെ നന്ദപ്പനും ഉണ്ട് കേട്ടാ, കിടന്നുറങ്ങുന്നുണ്ട്. ഇറ്റളിന്ന് കൂട്ടാണ്ടാണ് നമ്മ ഇന്ന് പോകുന്നത്. അല്ല, നമ്മ 4 ആളും പോകുന്നുണ്ട്. പിന്നെ നമ്മളോടൊപ്പം ഇനിയുണ്ട് 2 പേരും കൂടി. അതാരാണെന്ന് നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങി പിന്നെ കാണാം. എന്നാ പിന്നെ എവിടെ നിങ്ങളുടെ സ്കൂൾ ബാഗ് ഓക്കെ എന്നാ പോവാളിയാ. കാണിച്ച ഇത് വെൽഡിങ് ചെയ്യാൻ വേണ്ടിയല്ല അറിയാ. വെൽഡിങ് ഒക്കെ വെക്കൂലേ ആൾക്കാര്? കണ്ണില് പൊടി നല്ല ലുക്ക്, നല്ല അവിഞ്ഞ ലുക്ക്. മുഖം കാണാത്തോണ്ട് നല്ല ഭംഗിയുണ്ട്. പിന്നെ ആ പുരികൊല്ലം ചെയ്തതൊന്നും കാണുന്നില്ലല്ലോ ആരും. നൈസായിന്. ഈ യാത്രയിൽ ചാവി കൈമാറിയിരിക്കുകയാണ്. ഇടുക്കി വരെ ഓടിച്ചാ മതി. ചെല്ലി. ഇന്നലെ രാത്രി വണ്ടിയെല്ലാം കൈ കുട്ടപ്പനാക്കിയിട്ടില്ല. അപ്പോഴോ പിന്നെ ഓടിച്ചോളൂ. സെറ്റ് ബാക്കി പാടി ഡാൻസ് കളി. ഇതെന്തത് പുതിയ ചെരുപ്പെല്ലാം കാണുന്നു. കാലില് തൊണ്ടുപിടിങ്ങിയ പോലെ ഉണ്ടല്ലോ. ഇല്ല, കുഴപ്പമില്ല, നല്ലുണ്ട്. അല്ലണ്ട് ഏതാ മാസം പറഞ്ഞാണ്. ഇതെവിടുന്ന് വാങ്ങിയേ? ഓൺലൈൻ വാങ്ങിയതാ? ഫ്ലിപ്കാർട്ടാ? മീഷോന്ന് വാങ്ങിയതാ? എന്നാൽ ലിങ്ക് കൊടുക്ക. ആരെങ്കിലും ഈ ചെരുപ്പ് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ ലിങ്ക് താഴെ കൊടുത്തേക്ക. ടാഗ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ വില കൂടിയൊന്നും എനിക്കറിയില്ല കേട്ടാ. ഞാനിത് വാങ്ങി വെച്ചിട്ട് ഒരു 5-6 മാസമായി. അതെയാ? ഇത്ര യാത്ര എടുത്തിട്ടില്ലല്ലോ. കേറ് 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 കേറ്. ടാഗ് ചെയ്യാം, പ്രൊഡക്റ്റ് ടാഗ് ചെയ്യാം ഗൈസ്. നിങ്ങൾ വാങ്ങിക്കോ. എപ്പോഴും പൊടി ചെല്ലി പോ 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 പോ. സൈഡിലിരിക്കുന്നതിനില്ലേ 2 കാര്യമുണ്ട്. എന്ത് കാര്യം? അപ്പുറത്തെ സൈഡിലിരുന്നാലില്ലേ അനങ്ങാണ്ട് അവിടെ ഇരിക്കും. ഇപ്പുറത്തെ സൈഡിലിരിക്കും ബാക്കിൽ ആൾക്കാരുണ്ടെങ്കിലല്ലേ നേരെ അവർക്ക് പുറത്തിറങ്ങാൻ എണീച്ചു കൊടുക്കേണ്ടി വരും. അപ്പൊ ബുദ്ധിപരമായിട്ട് നീങ്ങിപ്പോ നോക്കാം. ഒരു മന്ദബുദ്ധിയോടെ കയറിയിട്ടുണ്ട്. എന്നാ പോളിയാ. ഓക്കെ, ഞാൻ അടുത്തോളാം. പോ. അപ്പോഴെന്തായാലും നമ്മൾ വണ്ടിയിൽ കയറി കണ്ണൂർ ടൗണിലോട്ട് അടുത്തോണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ പറഞ്ഞല്ലോ നമുക്ക് പോകേണ്ടത് ഇടുക്കി ബൈസൺ വാലിയിലേക്കാണ്. ഏതാണ്ട് ഒരു 300
390 കിലോമീറ്റർ കാണിച്ചത്. 400 കിലോമീറ്റർ തന്നെ കൂട്ടിക്കോ. 400 കിലോമീറ്റർ എന്ന് പറയുമ്പോ ഇവിടുന്ന് നമ്മുടെ കണ്ണൂരിൽ നിന്ന് ഏകദേശം ഒരു 11 മണിക്കൂറോളം എടുക്കും. അതായത് 12 മണിക്കൂർ കറക്റ്റ് എടുക്കും. അപ്പൊ കണക്കനുസരിച്ചിട്ട് നമ്മള് ദിവസമായിട്ട് ഇപ്പൊ 5:30. അപ്പൊ ഒരു രാത്രി വൈകുന്നേരം ഒരു 6 മണിയാണെങ്കിൽ വൈകുന്നേരം 6 മണി. അപ്പൊ രാത്രി വൈകുന്നേരം 5:30 ആകുമ്പോൾ എത്തും. അങ്ങനെ എത്തേണ്ടതാണ്. ബാക്കിയൊക്കെ നമുക്ക് വഴിയേ കാണാം. അതെ, ബാക്കി വഴിയേ കാണാം അല്ലേ. ഇരുട്ടത്തിൽ 2 ഇരിപ്പുണ്ട്, 2 ഷൊണ്ണുകൾ. ഞങ്ങളൊരു വിലയില്ല നമുക്ക് ഇപ്പോഴും നല്ല മാർക്കറ്റാ. ഞങ്ങൾ അതാ പറഞ്ഞോണ്ടിരിക്കുന്നത്. നല്ല മാർക്കറ്റാ. ഞങ്ങൾക്ക് എന്താ മാർക്കറ്റ് ഇടിഞ്ഞിട്ടാണല്ലോ. പിന്നെ 1 കെട്ടിയാക്ക് പെണ്ണില്ല, ഇന്നലെ 2 തൊണ്ടന്മാർക്ക്. ഞങ്ങൾക്ക് പക്ഷെ ഇപ്പോഴും നല്ല കിളി പോലത്തെ ആമ്പിളർ വരും. ചേച്ചി ഒഴിയുന്നാന്ന് ചോദിച്ചിരിക്കണം. ചേച്ചീനെ വിളിക്കുള്ളൂ. മറ്റേ ഇൻസ്റ്റയിലെല്ലാം ഓരോരു കമന്റ്, ചേച്ചി എന്ത് സുന്ദരിയാ, സാരി കൊടുത്തിട്ട് ഭയങ്കര ഭംഗിയാ. അപ്പൊ നോക്കുമ്പോ പ്രൊഫൈല് പോലും ഉണ്ടാവില്ല, വേദല്ലോ ആയിരിക്കും. നമ്മളൊരു ഹായ് അങ്ങോട്ട് വിട്ടാ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. പക്ഷെ നമ്മളെ കുടുംബം, ഭർത്താവ്, കുട്ടികള് നമുക്ക് പിന്നെ അതൊന്നും ഇല്ലല്ലോ. ഞങ്ങക്ക് ഹായ് പോലും ഇടണ്ട, അല്ലാതെ നിന്നാ മതി. കാണണ അത് എങ്ങനെ നിക്കണ അല്ല, കാണണ നിർത്താൻ മാറ്റി ഇതുപോലെ സുരാജ് മറ്റേ പടത്തിൽ ഞാനിങ്ങനെ തന്നെയാടാ നിക്കല് ചട്ടമ്പി നാടില്. എന്തെങ്കിലും ആവട്ടെ ഗൈസ്. അങ്ങനെ ഞങ്ങൾ ഇപ്പൊ ഏതാണ്ട് നമ്മുടെ കൊയിലാണ്ടിയൊക്കെ കഴിഞ്ഞു, പുതിയ ഹൈവേയിലേക്ക് കയറി. ഒരാശ്വാസമായിരുന്നു അല്ലെ, നല്ല റോഡിലേക്ക് കയറി. പിന്നെ നമുക്കിനി 276 കിലോമീറ്റർ സഞ്ചരിക്കാനുണ്ട്. ഏകദേശം ഇപ്പൊ സമയമൊക്കെ കാണിക്കണത് 2:30 പക്ഷെ അതൊക്കെ പറയാൻ പറ്റില്ല. നമ്മൾ ഭക്ഷണം ചായ കഴിച്ച് കഴിയുമ്പോ സമയം ലേറ്റ് ആവും. അതെ, കേറിയപ്പോ തൊട്ട് ഒരാള് നല്ല ഉറക്കമാണ് ഇവിടെ, മടിയിൽ നല്ല തല വെച്ച് കിടന്ന് സുഖമായിട്ട് ഉറങ്ങിയാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മളോടൊപ്പം ഈ യാത്രയിൽ വേറെ 2 പേരുടെ ഉണ്ടെന്ന്. അതെ, അവര് 2 ആളാണ് കേട്ടോ, ജിലിനെയും ജിലിയുടെ ഹസ്ബൻഡും. എന്താ പറയാ, സുഖല്ലേ? ഇവര് മാഹിന്ന് കയറി, മാഹിന്ന് പള്ളൂർ അവിടെയാണ് ഇപ്പോഴുടെ വീട്. അപ്പോൾ അവിടെ നിന്ന് കയറി. അപ്പോൾ അവരും ഉണ്ട് നമ്മുടെ ഇടുക്കിക്ക്, ബൈസൺ വാലിക്ക്. അപ്പോൾ ഇനി അവിടെ ചെന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാകും, നമുക്ക് വ്ലോഗിൽ തന്നെ കാണാം. പിന്നെന്താ, നമ്മളെപ്പോഴും പോകുന്നതല്ലേ, ഇപ്പോൾ ഇടുക്കിക്ക് പോകുന്ന വീഡിയോ തന്നെ കുറേ പ്രാവശ്യം കണ്ടുകൊണ്ട് നിങ്ങൾക്ക് തന്നെ മടുത്തിട്ടുണ്ടാവും സത്യം പറഞ്ഞാൽ. അതുകൊണ്ട് ഫുള്ളാവൊന്നും കാണിക്കുന്നില്ല, കുറച്ച് ഭാഗങ്ങൾ മാത്രം അല്ലേ സെന്റെ? നിന്റെ കന്നഡയ്ക്ക് എന്ത് കന്നഡ ഇറങ്ങുമ്പോ അല്ല ഉറങ്ങുമ്പോ ഒക്കെ കന്നഡ വെച്ചാ പിന്നെ അറിയൂലല്ലോ അല്ലേ. നല്ലതന്നെ. ഓക്കെ അല്ലയാ, ക്ഷീണമൊന്നും ഉള്ളല്ലോ അല്ലേ? കുഴപ്പമില്ല, ഇടുക്കി ഓടിച്ചാ മതി. ഞാനേ സത്യം പറഞ്ഞ കൊറേ ആയി ഈ സീറ്റിലിരുന്ന് ഇതുപോലെ വ്ളോഗ് എടുത്തിട്ട്. എപ്പോഴും ഇപ്പൊ ഈ യാത്ര ഇവരുണ്ടാവില്ലല്ലോ, അധികം ഞങ്ങളല്ലേ പോകുന്നത്. അപ്പൊ ഡ്രൈവ് ചെയ്യല് ഞാൻ ഇന്നലെ ഇവിടെ പറഞ്ഞു, അളിയൻ അങ്ങനെ ഓടിച്ചോളിയാ തകർത്തോന്ന് പറഞ്ഞു. ഞാൻ ഈ സൈഡിൽ അങ്ങനെ ഇരിക്കട്ടെ കുറച്ചു നേരം, ഒന്ന് ആസ്വദിക്കട്ടെ ഇവിടെ ഇരുന്നിട്ട്. ഓക്കെ, അളിയന് നല്ല മൂടുണ്ട് പോലും ഇടിക്കുന്നത്. ഇടുക്കിയുടെ മിടുക്കി, ഇടുക്കി ഗോൾഡ് എന്ന് പറഞ്ഞ എന്താ സാധനം? അതാണ് സാധനം. അതൊക്കെ അടിച്ച് എനിക്ക് എല്ലാം ഒന്നായി പട്ടയുമായി വിളിച്ചു പോകുന്നുണ്ട്. ഞങ്ങളങ്ങനെ ചായ കുടിക്കാൻ വേണ്ടി കയറി. ഇപ്പൊ നമ്മുടെ ഇവിടെ കഴിഞ്ഞു നമ്മുടെ കുറ്റിപ്പുറം അല്ലേ. കുറ്റിപ്പുറം കഴിഞ്ഞപ്പോ നമ്മുടെ വട വേണ്ടാന്നും പറഞ്ഞിട്ട് എന്റെ വട എടുത്ത് തിന്നുന്നു വേഗം. നീ മസാല ദോശല്ലേ, മദാലസല്ലേ പറഞ്ഞ, മദാലസ കഴിച്ചാൽ മതി. ഞാൻ എന്നാ പിന്നെ നല്ല ചൂട് വടയുണ്ട് കൈസ്, ഇതാണ് കഴിക്കട്ടെ കേട്ടോ. എന്നെ കൊള്ളാമോ? പൈസ നാളെയാ വട ഇനിയും വേണ്ടി വരുമല്ലേ?
ശരിക്കും ഈ പാട്ടൊക്കെ മറക്കാൻ വേണ്ടി പറ്റൂല കേട്ടോ. നമ്മളെല്ലാ യാത്രകളിലും ഇതുപോലുള്ള പാട്ടുകൾ തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പോൾ ഈ അന്നക്കിളി പാട്ടൊക്കെ വെച്ച് എല്ലാവരും ഡാൻസും പരിപാടിയൊക്കെ ആയിട്ട് നമ്മുടെ യാത്ര അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കോപ്പിറൈറ്റ് വരണോണ്ട് പാട്ടൊക്കെ ഞാൻ റിമൂവ് ചെയ്തിട്ടുണ്ട്, എൻ്റെ വോയിസ് അങ്ങ് ഇട്ട് കൊടുത്ത്. ഇവരെല്ലാവരും ഹാപ്പി, നമ്മളും ഹാപ്പി. എൻ്റെ പൊന്നു മക്കളെ, ഒരു ചെരുപ്പ് കട കണ്ടിട്ട് ഓടിക്കേറിയതാണ് എല്ലാവരും കൂടി. ഇവിടെ ഷൂ എടുത്തെടുത്ത് സത്യം പറഞ്ഞ സമയം പോയതറിഞ്ഞു. അതെ ആയിക്കോട്ടെ, ഇവിടെ ഒരെണ്ണം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതല്ല നീ സെറ്റ് ചെയ്തേ? ബ്ലാക്കാ ഇത് ഇതാണ്. ജില്ലക്ക് ഒരെണ്ണം കിട്ടി, അല്ലെങ്കിൽ എല്ലാരും ആളാമ്പ് ചെയ്തെടുക്കാണ്. എന്താണിത്? സെറ്റായ കാണിച്ചേ നോക്കട്ടെ. ലൂസാണെങ്കിൽ അവിടെ ഊരിട്ടിട്ട് വേഗം വണ്ടി കയറാൻ നോക്ക്, അതാ നല്ലത്. വാ അല്ല പിന്നെ നിന്നെ കിട്ടില്ലേ വഴി പോക്കനെ? വെള്ളം കുടിച്ചല്ലേ? എന്തെങ്കിലും ആവട്ടെ. ഇവിടെ ഒരുപാട് ചെരുപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ. ഹായ്, നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നേ, ഇവിടെ വെച്ച് കണ്ട് പരിചയപ്പെട്ടു അല്ലേ നമ്മള്. ഇവിടെ എന്നാ പിന്നെ കമ്മോൺ പാ. രണ്ടുപേരും ഒരുപോലത്തെ എടുത്ത് അല്ലേ? രണ്ടാളും ഒരുപോലത്തെ എടുത്ത്, ഒരുപോലത്തെ ഇത്രയൊക്കെ ഉണ്ടായിട്ട് തെരഞ്ഞു പിടിച്ച അവസാനം എടുത്ത ഒരുപോലത്തെ. ആരെയാണ് കണ്ടിട്ടില്ലേ? കണ്ണൂർന്ന് കൊണ്ട് അതിലൂടെ കോതമംഗലത്ത് കളയോ അല്ലേ? കഴിഞ്ഞ് റെഡിയായി പോവാന്നാ പിന്നെ. വാ ഗൈസ്, അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ഫുഡ് കഴിക്കാൻ വേണ്ടി അങ്ങ് ഇരുന്നു. സത്യം പറഞ്ഞാൽ ഈ വ്ളോഗിൽ രാവിലെ ഫുഡ് കഴിക്കുന്നു, ഉച്ചക്ക് ഫുഡ് കഴിക്കുന്നു, കൂടുതൽ ഫുഡ് തന്നെ അല്ലേ? ഇതതിലല്ല, അത് വേറെ. അപ്പോൾ എല്ലാവരും ചോറാണ് കഴിക്കുന്നത്. ചോറ് കഴിക്കാനുള്ളൊരു നല്ല പൂതി അല്ലേ? അളിയൻ പൊതുവെ ബിരിയാണിൻ്റെ ആളാണല്ലോ, എന്ന് ചോറല്ലേ? എല്ലാവരും യാത്രാ മധ്യേ ചോറ് കഴിക്കാമെന്ന് വിചാരിച്ചു. ഇനി ഞങ്ങൾക്കൊരു 10-70 കിലോമീറ്റർ കൂടെ ഉണ്ട്. ഇപ്പം സമയം 1:30 അപ്പോൾ ഏതാണ്ട് ഒരു 4-5 മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത് എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു അല്ലേ? നമ്മളങ്ങനെ ഒരു നീണ്ട യാത്രക്കൊടുവിൽ നമ്മുടെ സ്ഥലത്തെത്തി. നോക്കി എന്താ ഒരു ഭംഗി നോക്ക്, കണ്ട ബാക്കിലോട്ടാണ്. എവിടെ? ഇവിടെ അല്ലേ? നമ്മള് അത് ഇടക്കിടക്ക് വരുന്നോണ്ട് ആദ്യമായിട്ടാ. കിടിലം വ്യൂ ആണ് കേട്ടോ, നല്ല അടിപൊളി വ്യൂ. പിന്നെ മൂന്നാർ നമ്മൾ വന്നിട്ട് പിന്നെ മൂന്നാർ അല്ലെങ്കിൽ പിന്നെ എന്താണ് നമ്മുടെ ബേസൻ വാലിയൊക്കെ വന്നിട്ട് നല്ല സ്ഥലം എന്ന് പറയുന്നതിൽ അർത്ഥമില്ലല്ലോ അല്ലേ? എല്ലാം നല്ല സ്ഥലം തന്നെ. കണ്ട ഇതാ നല്ല മഞ്ഞൊക്കെ ഇപ്പം ഇങ്ങനെ വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. സൂര്യൻ ചെറുതായിട്ട് അസ്തമിച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഇന്ന് അല്ലേ? നമ്മൾ ഇതാ ഇവിടത്തേക്ക് വന്നു. ജെല്ലിന് ഇതിനു മുമ്പേ വന്നിട്ടുണ്ടല്ലോ ഇവിടെ. ഇവരുടെ സാറിൻ്റെ തന്നെയാണ് ഈ ഒരു ഹോം സ്റ്റേ. ഇത് ഹോം സ്റ്റേ അല്ലെങ്കിൽ സാറിൻ്റെ വീടാ? ഹോം സ്റ്റേ ആയിട്ട് കൊടുക്കുന്നത് അല്ലേ? അപ്പം നല്ല അടിപൊളിയായിട്ടോ. അതാ നൈസാണ്. നല്ല താഴെ തന്നെ നല്ല അടിപൊളിയുണ്ട്. ഞാൻ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ഇത് കൊടുക്കുന്നില്ല അല്ലേ വരുന്ന ഇവിടെ? അപ്പം നമ്മൾ ഇതിനകത്തൊരു ആഡ് ആയിക്കോട്ടെ ഏതായാലും വ്ളോഗിൽ. ഇത് നിങ്ങൾക്ക് ഇവിടെ ബൈസൺ വാലിയൊക്കെ വരുന്നുണ്ടെങ്കിൽ നിൽക്കാൻ പറ്റിയ അടിപൊളി ഒരു ഹോം സ്റ്റേ അല്ലേ? പ്രാണ ഹോം സ്റ്റേ. അത് അടിച്ചാൽ നിങ്ങൾക്ക് കിട്ടും. പ്രാണ ഹോം സ്റ്റേ എന്നാണ് എൻ്റെ പേര്. കണ്ട നല്ല നൈസ്. ഞാൻ പുറമേ നിന്നൊക്കെ വ്യൂ കാണിച്ചു തരാം. ദേ നമ്മുടെ റൂം കാണിച്ചു തരാം. നമ്മൾ മുകളിലാണ്. ഇവിടെ നല്ലൊരു സെറ്റ് പരിപാടിയൊക്കെ ഉണ്ട്. നമ്മുടെ റൂം ഇതാ നല്ല വിശാലമായ റൂം. ഇവിടെ കയറി കഴിയുമ്പോൾ തന്നെ നമ്മൾ ഇത്ര ഉള്ളതെന്ന് വിചാരിക്കും. പക്ഷെ ഇതല്ലത് ഇങ്ങനെ കിടക്കുകയാണ്. ഇതാണ് റൂം. കണ്ട നൈസ് റൂം, നല്ല സൗകര്യമുള്ള നല്ല അടിപൊളി റൂം കേട്ടോ. നൈസല്ലേ? അടിപൊളി റൂമാണ്. അതുപോലെ തന്നെ പിന്നെ ഇവിടെ ഇതിൻ്റെ മുകളിൽ തന്നെ വേറെയും റൂമുണ്ട്. അത് സെൻറ്റർ റൂം, ഇത് ജില്ലയുടെ റൂം. അങ്ങനെ 3 റൂംസ് നമ്മളിവിടെ സെറ്റാ. അപ്പം ഇന്നെന്തായാലും നമ്മളിവിടെ പൊളിക്കും അല്ലേ? ഇത് സെൻറ്ററൊക്കെ റൂം. ഇവിടെ നിന്ന് ഏതിങ്ങനെ കട്ടൻ തുറന്നു കഴിഞ്ഞാൽ ബാൽക്കണി ഉണ്ട്. ഇവിടെ അടിപൊളി വ്യൂ ആയിരിക്കും കേട്ടോ. തുറന്ന് സെൻട്രൽ റൂമിൽ നിന്ന് തുറന്നു കഴിഞ്ഞാൽ നമ്മളിന്ന് ഒരു ദിവസം നിന്നാൽ നമ്മുടെ റൂമാണിത്. കണ്ടതെ തുറന്നു കഴിഞ്ഞാൽ നല്ല കിടിലം വ്യൂ ആണ്. ഓക്കെ, സെൻറ്റക്കും സബേളിയനും കിടിലം വ്യൂ ഉള്ള ഒരു റൂം തന്നെ. സ്പെഷ്യലായിട്ട് നമ്മളൊരു വ്യൂ തന്നെ. ഓക്കെ, മേഘം നല്ലതാ. മഴക്കൊരു സാധ്യത ഉണ്ട് കേട്ടോ. നല്ല കറുത്ത മേഘങ്ങൾ ഇങ്ങനെയുണ്ട്. ഇപ്പൊ ഇവിടെ നിന്ന് പാടാൻ പറ്റിയ പാട്ട് മേഘം കണ്ട് കാറ്റും കൊണ്ട്
നീ വളരണ്ടായി നീ മതി, വളർന്നത് മതി. കണ്ടാളിയാ കിടിലം വ്യൂ ഉള്ള അടിപൊളി റൂം. നൈസ് സ്പെഷ്യൽ. അതെ, അപ്പൊ ഇതാണ് ഇവിടുന്ന് പുറത്തോട്ട് നോക്കിയാ കാണുന്ന ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ബാൽക്കണിക്ക് നിന്ന് കഴിഞ്ഞാൽ പുറത്തോട്ട് കാണുന്ന വ്യൂ ഇതാ. നമ്മുടെ വണ്ടി അവിടെയുണ്ട്, കിടിലം വ്യൂ. നൈസ് അല്ലേ? അപ്പൊ ഈ വ്യൂ ഒക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കാൻ നല്ല രസമുണ്ട്. തണുത്തൊരു കാറ്റൊക്കെ അടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോ നല്ല തണുപ്പ് വരാനുള്ള സാധ്യത ഇല്ലാതില്ല അല്ലെ? എന്തായാലും തണുപ്പുണ്ടാവും. ഇതാ താഴെയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കയറി വരുമ്പോ തന്നെ ജില്ലിനെ ഇങ്ങനെ കാണാം. അത് കഴിഞ്ഞാൽ നമ്മളിവിടെ നേരെ നല്ല അടിപൊളി ഒരു സെറ്റിയൊക്കെ ഇട്ട് നമ്മുടെ ഹാള് സെറ്റായിട്ടുണ്ട്. കണ്ടോ അടിപൊളിയല്ലേ? നല്ല വിശാലമായ ഹാള്. പ്രത്യേകം എന്താണെന്നറിയാമോ? ഇതിന്റെ ഡബിൾ ഹൈറ്റിൽ ഗ്ലാസ് ആണ്. കണ്ട ഗ്ലാസ് ടോപ്പ് ആയിട്ട് നല്ല ലൈറ്റ്, ഉള്ളിൽ നല്ല വെളിച്ചാണ്. ഭയങ്കര ഇതുള്ള പോലെ. നികിയുടെ സ്വന്തം ആളുടെ ഇവിടെ കൃഷ്ണ വിഗ്രഹം ഉണ്ട്. കണ്ടോ അങ്ങ് എടുത്താലോ അല്ലേ? നല്ലൊരു കൃഷ്ണ വിഗ്രഹമൊക്കെ ഉണ്ട്. കണ്ടോ ഇത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ആണ് ഡൈനിങ് പരിപാടിയൊക്കെ വന്നേക്കണത്. ഇവിടെ കിച്ചൺ ഉണ്ട് അല്ലേ? കിച്ചൺ ഉണ്ട്. ഇനിയിപ്പോൾ ഇവിടെ വന്ന് സ്റ്റേ ചെയ്യുന്നവർക്ക് വേണമെങ്കിൽ ചായ അല്ലെങ്കിൽ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള എല്ലാ സൗകര്യവും ഉണ്ട്. ഹോർലിക്സ് ഉണ്ട്. അത് എക്സ്പയർ ആയാണെന്ന് നോക്കണം. കഴിച്ചിട്ട് ഞാൻ ആശുപത്രി കൊണ്ടുപോകാൻ കഴിയില്ല. ഒരു റൂം താഴെയുള്ള റൂമാണ്. നൈസ് റൂം. ഇതിൻ്റെ ബാത്റൂം കൂടി കാണിച്ചു തരാം. നല്ല അടിപൊളി അല്ലേ? നല്ല റൂം കേട്ടോ, നല്ല സെറ്റപ്പ് റൂം. ഇതാ ടോയ്ലറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്, കൊള്ളാം. അടുത്ത റൂം കയറുമ്പോൾ തന്നെ ഒരു മിററും പരിപാടിയൊക്കെ ആയിട്ട് സെറ്റാണ്. ഇവിടെ നിന്ന് വന്നു കഴിഞ്ഞാൽ ഇതാണ് നെക്സ്റ്റ് റൂം. ഇതിലും അറ്റാച്ച്ഡ് ബാത്റൂമും കാര്യങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ. ഞാൻ ഓടിച്ചിട്ടൊന്നങ്ങ് എടുക്കുന്നതേ ഉള്ളേ, കൂടുതലായിട്ട് അങ്ങനെ വിശദമായിട്ട് കാണിക്കുന്നില്ല, ഓടിച്ചങ്ങിട്ട് കാണിക്കുന്നതാണ്. എന്താണ് നീ ചെയ്യുന്നത്? എനിക്ക് അവിടെ സ്റ്റോർ റൂം. അപ്പോൾ ഇവിടെ താഴെ 2 ബെഡ്റൂമും ഒരു കിച്ചണും. ഓ ഇത് വേറെന്താ ആവശ്യമുണ്ടോ? പൊട്ടിച്ച് കളിക്കുന്ന അത് മൊത്തം പൊട്ടിച്ച് തീരുമ്പോ നിങ്ങളുടെ ആയുസ് തീരും. അത്രത്തോളം ഉണ്ട് റോള്. അത് മൊത്തം പൊട്ടിച്ച് തീരുമ്പോ ഏകദേശം അളിയന്റെ ആയുസ് എത്തും അല്ലേ? അപ്പൊ എന്തായാലും ഇത് കാണിച്ചു കഴിഞ്ഞില്ല അല്ലേ? അപ്പൊ ഇനിയിപ്പം ഇതിന്റെ കംപ്ലീറ്റ് വ്യൂ എല്ലാം കാണിച്ചു. പുറമേന്ന് ഞാൻ കാണിച്ചില്ലേ? ഇനി ഇതാണ് റോഡ്, വണ്ടി വരുന്ന സ്ഥലം. വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്നതാണ് ഹോം സ്റ്റേ. നൈസ് ഹോം സ്റ്റേ, അടിപൊളി, കൊള്ളാം അല്ലേ? അപ്പോൾ എന്തായാലും പ്രാണ ഹോം സ്റ്റേ ബൈസൺ വാലി ആണ് കേട്ടോ. നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്താലും കിട്ടും. ഞാൻ വേണമെങ്കിൽ ഇവിടെ എന്തെങ്കിലും നമ്പറൊക്കെ വേണമെങ്കിൽ കൊടുക്കാം. ആരെങ്കിലുമൊക്കെ 3-6 ബൈസൺ വാലിയൊക്കെ വരുന്നുണ്ടെങ്കിൽ ഇവിടെ സ്റ്റേ ചെയ്യാം അല്ലേ? നമ്മളെല്ലാവരും കൂടി ഇവിടെ നിന്ന് കുറേ ഫോട്ടോസിലൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. നല്ല രസം അല്ലേ? ഇവിടെ എന്താ ഇങ്ങനെ നോക്കിയേ, ആ ഒരു ഇതും നമ്മുടെ വണ്ടിയുടെ കിടക്കണത് എല്ലായിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ അല്ലേ? ഫുള്ള് നല്ല പച്ചപ്പുകളൊക്കെ നിറഞ്ഞ പ്രകൃതി ഭംഗിയാൽ അലങ്കരിക്കപ്പെട്ടെന്നൊക്കെ പറയുന്നത് വർണ്ണിക്കാൻ പറ്റിയവരെന്താ നാത്തു കാണിക്കുന്നു ഇവിടെ? എന്താ പരിപാടി? കെട്ടിപ്പൂടിയിടാ. ഭയങ്കര പിന്നെ മക്കളെ നമ്മളൊരു റീൽ എടുക്കാൻ വേണ്ടി എന്നിട്ട് ഞാനും നിക്കും കൂടി കുനിച്ചേർത്ത് കൂമ്പിരിടിച്ച് അളിയന്റെ പപ്പാഞ്ഞി താടി കുണ്ടയം കൈ ഇങ്ങോട്ടത് വന്ന് പറപ്പിക്ക് വാ, ഇരുട്ടാവും. ലാസ്റ്റോട്ടാ ഒറ്റടിക്ക് തീർക്കല്ലേട്ടാ സാധനം, നമുക്ക് തകർക്കേണ്ടതാണ്. ഞങ്ങളിവിടെ തകർക്കണ ആരെല്ലാം പറത്തിവിടും. വീഡിയോ മര്യാദ എടുക്കണേ. സിനിമാറ്റിക്കിലെ 2 ആളെയും കിട്ടുമ്പോ നിങ്ങക്ക് കിട്ടൂല, ഫോക്കസ് ആവൂല, അതുകൊണ്ടാണ് വിഷയം. മനസ്സിലായോ? അതെ, നമ്മുടെ ടീംസിനെ വീഡിയോ കോൾ ചെയ്യണ്ട. 3 ഉണ്ട് അവിടെ. വായിച്ചു കൊടുത്തിട്ട് എന്തായി ഇന്ദ്രപ്പ? ഇന്ദ്രു നമ്മുടെ വീഡിയോ ആണെന്ന് എല്ലാരോടും 2 ആള് ഹായ് പറഞ്ഞേ. 3 ആളും മിസ് യു ഗൈസ്. അപ്പൊ എന്തായാലും നമ്മള് ഇന്നൊരു ദിവസം ഇവിടെയാണെന്ന് പറഞ്ഞല്ല, ഇവിടെ ഫുൾ ഡാൻസും പരിപാടിയൊക്കെ ആയിരുന്നു. അപ്പൊ ഇനിയിപ്പോ സമയം ഏതാണ്ട് 9 മണിയൊക്കെ ആയി. ഭക്ഷണം കഴിക്കാന്ന് വിചാരിച്ചു. ഞാൻ വ്ലോഗെല്ലാം എടുത്ത് വരുമ്പോഴേക്കും എല്ലാവരും ഇവിടെ കഴിക്കാൻ വേണ്ടി തുടങ്ങി കേട്ടാ അല്ലേ? ചപ്പാത്തി, ബീഫ്, ചിക്കൻ പരിപാടിയൊക്കെ ഉണ്ട്. നല്ല ആംബിയൻസും ഉണ്ട്. അപ്പൊ എല്ലാരും ഫുഡ് കഴിക്കാൻ വേണ്ടി അവിടെ ഇരുന്നിട്ടുണ്ട്. നിക്ക് എന്താ സെന്റർ പ്രഥമ കക്ഷിയാണ്. ഞാനെന്നാ ഇവിടെ ഇരിക്കാം അല്ലേ?
അപ്പൊ എന്നാ പിന്നെ നമ്മളെല്ലാരും ഭക്ഷണം കഴിക്കട്ടെ ഗൈസ്. ഞാൻ പറഞ്ഞില്ല നല്ല വൈബാട്ടാ, നൈറ്റൊക്കെ നല്ല രസമുണ്ട്, നല്ല ആംബിയൻസ് ഇവിടെ, റൂമും കാര്യങ്ങളൊക്കെ സെറ്റാണ്. നോക്കി എന്താ രസം, അടിപൊളി കണ്ട. അപ്പൊ എന്തായാലും ഭക്ഷണം കഴിക്കട്ടെ, നിങ്ങൾ എല്ലാരും കഴിച്ചോ? നമ്മൾ കഴിക്കട്ടെ കേട്ടാ. ഓക്കെ ഗൈസ്, അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. കുറെ നേരം അവിടെ പുറത്തൊക്കെ നമ്മള് നല്ല തണുപ്പുണ്ടല്ലേ, വർത്താനൊക്കെ പറഞ്ഞിരുന്ന്, പക്ഷെ നല്ല തണുപ്പില്ല. അപ്പൊ ഞങ്ങൾ അങ്ങനെ നേരെ റൂമിലേക്ക് പോകുന്നു. ഇനിയിപ്പോ എന്തായാലും കിടക്കാന്ന് വിചാരിച്ച്. നല്ല ക്ഷീണമുണ്ട്, വണ്ടി അത്ര ദൂരം യാത്ര ചെയ്ത് വന്നതിൻ്റെയൊക്കെ നല്ല ക്ഷീണമുണ്ട്. ദൈവമായിരുന്നു ഇതെന്താ നമ്മളെ അല്ല നമ്മള് കിടക്കാന്ന് വിചാരിച്ചത് ഇച്ചിരി എവിടെ പോയിട്ട് വരുന്നു, നീ ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നല്ല തന്നെ പോയി ഉറങ്ങണ്ടേ, തണുത്തിട്ട് വയ്യ മനുഷ്യന്. അണ്ടാക്ഷരിയാ തണുത്തിട്ട് വയ്യ. അപ്പൊ എന്തായാലും നമ്മള് ഇനി ഉറങ്ങുമ്പോ ഉറങ്ങട്ടെ. അതെ, ഇവര് കാവലിൽ ഇരിക്കട്ടെ, ഇവർക്ക് റൂം അപ്പുറാണ്. പിന്നെ അപ്പൊ അവരൊക്കെ അപ്പുറം, നമുക്ക് ഇവിടെ മുകളിൽ തന്നെ 3 റൂം ഉണ്ടല്ലോ, അപ്പൊ 2 റൂം അവർക്ക്, നമ്മുടെ റൂം അല്ലേ. അപ്പൊ ഇനിയിപ്പോ എന്തായാലും നാളെ രാവിലെ നമുക്ക് കുറച്ച് കാര്യങ്ങളൂടെ ഉണ്ട്. അപ്പൊ അതും കൂടി കഴിഞ്ഞിട്ട് നമുക്ക് ഈ വ്ലോഗ് വൈകിട്ടടിക്കാം. തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന സമയത്ത് വൈകിട്ടടിക്കാം. അപ്പൊ ഓക്കെ ഗൈസ്, അപ്പൊ അടുത്ത വീഡിയോ, സോറി അടുത്ത വീഡിയോ ഗുഡ് നൈറ്റ്. നാളെ രാവിലെ കാണാന്ന് പറയാനാ വന്നത്, അടുത്ത വ്ലോഗിൽ നിന്നായി പോയി. അപ്പൊ നാളെ രാവിലെ കാണാം അല്ലേ. പൊടി പൊടി. ശരി മക്കളെ, എന്നാ പിന്നെ ഇറങ്ങാം. ഫോട്ടോ സെഷൻ തീർന്നിട്ടില്ല ഗൈസ്. നോക്കടി, ഇത്ര വന്നപ്പോ തുടങ്ങിയ ഫോട്ടോ എടുക്കല നിൽക്കല്. അളിയണ്ടാ ചന്ദ്ര ചെരുപ്പ, അളിയന്റെ ചെരുപ്പ മതി. എഞ്ചി ഫോട്ടോ നീ എടുത്ത് കൂട്ടണത് ഭയങ്കര ഇതൊക്കെ എടുത്തത് മതി. ഇറങ്ങി ഇറങ്ങി ബാലി ഇറങ്ങളി. എന്റെ ടാറ്റു ഇതേ ഓയിൽമെന്റ് ഒക്കെ അടിച്ച് വെച്ചിട്ടുണ്ട്, ഷർട്ട് ഇറക്കാൻ പറ്റില്ല. ബാബാ ബാബാ ബാ കമോൺ, സമയം 8 മണിക്ക് ഇറങ്ങണം എന്ന് പറഞ്ഞാണ്, 8:30 അരമണിക്കൂർ ലേറ്റ്. ബാബാ ബാബാ. അങ്ങനെ ഞങ്ങൾ ഇന്നലെ ഇവിടെ എത്തി, ഇന്നത്തെ ഇവിടെ തിരിച്ചു പോകുന്നു അല്ലേ. നല്ലൊരു സ്റ്റേ ആയിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു. അപ്പോൾ പ്രാണ ഹോം സ്റ്റേ. അതെ, ആരെങ്കിലുമൊക്കെ ബൈസൺ വാലിയൊക്കെ വരുന്നുണ്ടെങ്കിൽ മൂന്നാറിലേക്ക് വരുന്ന ആൾക്കാർക്കും സുഖാണ്. അടിപൊളിയാണ് കേട്ടോ, നല്ല സൈലന്റ്, കാം ആൻഡ് ക്വയറ്റ്, നല്ല പ്ലേസ്. അപ്പോൾ നല്ല തണുപ്പൊക്കെ ഉള്ള അടിപൊളി സ്ഥലം. കണ്ടല്ലേ, കിടിലം വ്യൂ, ഇന്നലെ കണ്ടതല്ലേ നിങ്ങൾ. അപ്പോൾ എന്തായാലും നമ്മളിവിടെ നിന്ന് വിടുന്നു അടുത്ത പ്ലേസിലോട്ട് അല്ലേ. ഓക്കെ ഗൈസ്, അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് വിട്ടു. നമ്മളിപ്പോൾ പോകുന്നത് ശാന്തംപാറ, പൂപ്പാറ ശാന്തംപാറ, അത് അവിടേക്കാണ് പോകുന്നത്. നല്ല സൂര്യപ്രകാശം ഇങ്ങനെ അടിക്കുന്നുണ്ട് ഗ്ലാസ്സിൽ. കണ്ണ് കാണുന്നില്ല സത്യം പറഞ്ഞാളിയാ, കണ്ണ് കാണുന്നില്ല ഓടിച്ചോ കുഴപ്പമില്ല. നല്ല രസമുള്ള സ്ഥലങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ സമയം പോകുന്നത് അറിയുന്നേ ഇല്ല ഗൈസ് അല്ലേ. യാത്ര വളരെ ഭംഗിയായിട്ട് പോകുന്നുണ്ട്. 21, ഇനി നമുക്ക് 18 ഉള്ളൂ, വിട്ടപ്പോ 21 ഉണ്ടായിരുന്നു. അപ്പൊ ഇവരിങ്ങനെ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. എന്താ പറയുന്ന എല്ലാരും സുഖമല്ലേ? ബാക്കിൽ 2 ടീംസ് ഉണ്ട്, വെയിലടിച്ചിട്ടൊന്നും കാണുന്നില്ല എന്ന്. അപ്പൊ എന്താ നീക്ക് പറഞ്ഞേ, അല്ല അതിലൊന്നും ഒരുത്തി ഇവിടെ സുന്ദരിയായിട്ട് വേറെ ഇരിപ്പുണ്ട്. നല്ല എന്താ ഇന്നലെ വാങ്ങിയ ഷൂ ഒന്നും നോക്കിയില്ല. അളിയന്റെ കടം വാങ്ങിയ ജീൻസ്, എന്താ ദൈവമേ പൊളിച്ച്. അല്ല അതല്ല, ഇന്നലെ ഡാൻസ് അടിപൊളിയായിരുന്നു എല്ലാരും പറയുന്നുണ്ടായിരുന്നു കേട്ടാ. പിന്നെ ചേട്ട അടിപൊളിയായിരുന്നു എല്ലാരും പറഞ്ഞത്. പിന്നെ ഞാൻ വിചാരിച്ചു അവളിപ്പോ ചേട്ട അടിപൊളിയായി എന്ന് പറഞ്ഞവരോട് ലോപ്പ് പോയിട്ട് പേഴ്സണലി കമന്റ് ഇട്ട്, പാവ എന്റെ പെങ്ങള് ഒരു മാനസിക രോഗിയാന്ന്, വയലന്റ് ആയി പോകും, അതുകൊണ്ട് അതെല്ലാം വിടുന്നുങ്ങ. അത് ഡാൻസ് സൂപ്പറായത് സബളിയന്റെ വീഡിയോയിലാണ്. വീഡിയോ എടുത്തലാണ് പൊളിയായത്. മാത്രല്ല കൊറിയോഗ്രാഫറും കൊറിയോഗ്രാഫർ ഈ സ്റ്റെപ്പ് ഒക്കെ ആളിയന്റെ സ്റ്റെപ്പാണ്. പിന്നെ ഡാൻസ് കളിച്ച സന്ദേശി തന്നെയാണ്. അച്ഛനുണ്ടെങ്കിൽ രക്ഷയില്ല, സന്ധ്യയിലും കളിയാൽ ഇരുന്ന് ഓട്ടിക്കാ. നമ്മൾ കഷ്ടപ്പെട്ട് സ്റ്റെപ്പെല്ലാം പഠിക്കുന്നേ എല്ലാ സന്ധ്യ കൊണ്ട് ആരോ ഒരാൾ എന്റെ കട്ട ഫേം അല്ല അങ്ങനല്ല, നികേച്ചിയുടെ തലയാട്ടൽ അടിപൊളിയായിരുന്നു.
നല്ല യൂട്ടേണും പരിപാടിയൊക്കെയാണ്. നമ്മളങ്ങനെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓടിക്കളിയാ ഓടിക്കളിയാ വളക്ക് വളക്ക് ഓടാ. മതി മതി ഓവറാക്കണ്ട. അങ്ങനെ ഞങ്ങൾ വന്നു, ഇവിടെ എത്തി. ഞങ്ങളുടെ വണ്ടി ഇതേ അവിടെ താഴെ പാർക്ക് ചെയ്തു. ഇവിടെ 1-2 മിനിറ്റിലൊക്കെ ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് സ്പേസ് ഇല്ലതേ. ഇനിയിപ്പോ അവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു ഓഫ് റോഡാണ് അല്ലേ? ഇതെന്താണ് പറഞ്ഞ നമ്മുടെ സ്ഥലം? കൂടമ്പാറയാ? ആ, ശാന്തമ്പാറ. അതെ അല്ലേ? ഇവിടെ ഇനിയിപ്പോ നമ്മള് പോവാൻ വേണ്ടി പോകുന്നത് ഈ ജീപ്പിലാണ് കേട്ടോ. ഒരു ഓഫ് റോഡ് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാം. ഇത്ര നേരം നമ്മള് ഓൺ റോഡല്ലേ വന്നേ, നീ ഓഫ് റോഡാക്കാം. കമാൺ, റെഡി അല്ലേ? ഗുളികയൊക്കെ ഓൾറെഡി കഴിക്കുന്ന അപ്പൊ റെഡി. അപ്പൊ നമ്മുടെ വണ്ടി വിട്ടു. അയ്യോ നമ്മളൊരു ഓഫ് റോഡ് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പോയാണ്. പോവാനുണ്ട്. ഇനിയാണ് കാർ വരാത്ത സ്ഥലം. ഇവിടം വരെ കാർ വരുന്ന പറയുന്നത്. ഇനി അങ്ങോട്ടുള്ള പ്ലേസ് ആണ് കിടലം. ആ അടിപൊളി, നൈസ്, നല്ല സുണ്ടലയാണ്. വഴിയൊന്നും നോക്കി, വഴിയൊന്നും ഇല്ല കേട്ടാ, അത് കാട്ടിക്കൂടിയാ പോകുന്നത്. കണ്ടാ കേരള കയറ്റം കണ്ടാ. എങ്ങനെയുണ്ട്? എടുക്കാനും വെക്കാനും ഉണ്ടാ? കവറൊക്കെ പിടിച്ചിറങ്ങി. അയ്യോ, എന്താ അളിയനൊക്കെ എന്താളിയാ? തെറ്റല്ലേ? ടയർ പിടിച്ചിട്ടാ? നല്ല തന്നെ, കൊള്ളാം. നല്ലൊരു എവിടെ എത്തിയല്ലേ ശരിക്കും? കിലോമീറ്റർ വന്നിട്ട് ഒന്നും അറിഞ്ഞിട്ടില്ല, ഇപ്പഴാണ് അറിഞ്ഞത്. പക്ഷെ എന്താ കിങ് അല്ലേ? ഇവനാണ് ഐറ്റം. മഹീന്ദ്രക്കാർ ഇങ്ങനെയുള്ള സാധനം പഠിച്ചിട്ടില്ല, രക്ഷയില്ല അല്ലേ? കിങ് ഓഫ് ദ എസ്റ്റേറ്റ്. എന്താ പരിപാടി? ചാവടിക്കാൻ വേണ്ടി പോണ? സന്ധ്യയെല്ലാം ചാവടി, അവിടെ നിന്ന് ചാവടിച്ചോണ്ട് ഇവിടെ ചാവടിക്കണം. എന്റെ നല്ല നല്ല തണുപ്പ് കേട്ടോ, സത്യം പറഞ്ഞാൽ നല്ല മഞ്ഞുണ്ട്. നോക്കിയേ, ഇവിടെ നിന്ന് ഇങ്ങനെ നല്ല അടിപൊളി എസ്റ്റേറ്റിലാണുള്ളത് നമ്മൾ. കണ്ട കംപ്ലീറ്റ് പറയണ്ടല്ലോ, പ്രത്യേകിച്ച് മലനിരകളും ഏലം പരിപാടിയൊക്കെയാണ് അല്ലേ? നമ്മൾ വന്നത് സത്യം പറഞ്ഞാൽ ഒരു ഏലത്തിൻ്റെ ഒരു ഷൂട്ടുണ്ട്, അതിന് വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. നിക്ക് എങ്ങനെയുണ്ട്? വാട്ട് എ ബ്യൂട്ടി. ഇതാ കണ്ട, ഇതിൽ ഈ ഒരു ഇവിടെയാണ് ഇത് നിൽക്കണേ. ഞാൻ ഇങ്ങോട്ട് ഇറങ്ങി കാണിച്ചു തരാം ജസ്റ്റ്. നിക്ക് ഇങ്ങോട്ട് പാടി, ഇവിടെ നിന്നൊരു വ്യൂ ഉണ്ട് ഇല്ലേ? നമുക്ക് ഇവിടെ ആയിരുന്നു സ്റ്റേ പറഞ്ഞിരുന്നത്. ആ, ഭയങ്കര തണുപ്പാന്ന്. ഇറങ്ങി വാ. ആ പോടി നടന്നു, റീലല്ല വലക്ക. ഇവിടെ ഇന്നലെ ആയിരുന്നു നമ്മുടെ സ്റ്റേ പറഞ്ഞിരുന്നത്. പക്ഷെ ഇന്നലെ ഇവിടെ വേറെ കുറെ ഗസ്റ്റ് ഉണ്ടായതുകൊണ്ട് നമുക്ക് അപ്പുറത്തേക്ക് ആയതാണ്. കണ്ട ഓക്കെ, നല്ല അടിപൊളി. ഞങ്ങൾ ഇവിടെ വന്നത് തന്നെ ഈ ഏലത്തിൻ്റെ ഒരു ഷൂട്ടൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. 3000 ഏക്കറാണ് ഈ ഒരു കാട്. ആ കാടിൻ്റെ നടുക്കുള്ളൊരു ഏലം കൃഷിയാണ്, നല്ല അടിപൊളി ഏലം കൃഷി. ഇത് ശരിക്കും പറഞ്ഞാൽ ഇവരൊരു ഈ ഒരു പ്രൊഡക്റ്റ് കണ്ട, ഈ SPCൻ്റെ ഹോമിയോ അഗ്രോ കെയർ എന്ന് പറഞ്ഞ ഈ ഒരു പ്രൊഡക്റ്റ് മാത്രം ഇവരിതിന് യൂസ് ചെയ്യുന്നുള്ളൂ. ഹോമിയോ ആണ്, യാതൊരു കെമിക്കലും ഇല്ലാത്ത സാധനമാണ്. അപ്പോൾ മുത്തണ്ണൻ്റെ ചായയും കുടിച്ച് കഴിഞ്ഞിട്ടാണ് ഞങ്ങളിവിടെ നിൽക്കുന്നത്. ഫുഡ് ആക്കുന്നുണ്ടല്ലേ? ഫുഡൊക്കെ നമുക്ക് കഴിക്കാം. അപ്പോൾ അതോടെ തന്നെ ഞാൻ പറഞ്ഞില്ല, ആ ഒരു പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഹോമിയോ പ്രൊഡക്റ്റ് ആണ്. അത് മാത്രം ഒരു ഉപയോഗിക്കുന്നത്. ശരിക്കും ഏറ്റവും കൂടുതൽ നമ്മൾ കെമിക്കൽ ഏലക്കായിലാണ് ഉണ്ടാവണമെന്നാണ് ഞങ്ങൾ പറഞ്ഞത്. ബിരിയാണിയിലും ഒക്കെ ഇടുന്ന ഏലക്കായിൽ ഉപയോഗിക്കുന്നത് എന്തൊക്കെയാണ് ഏട്ട സാധനങ്ങൾ? ഇതിനകത്ത് കെമിക്കൽ എന്തൊക്കെയാണ് ഉപയോഗിക്കുന്നത്? ഇങ്ങനെയുള്ള സാധനങ്ങൾ ഒരു ചെടി വെച്ച് 20 ദിവസം കഴിയുമ്പോൾ തന്നെ അടിക്കാൻ തുടങ്ങും അല്ലേ? പക്ഷെ ഈ ഒരു
ഇവിടുത്തെ ഈ ചെടികൾക്ക് ഒന്നും ഇത് ഉപയോഗിക്കുന്നില്ല. ഈ ഹോമിയോന്റെ ഈ ഒരു സാധനം മാത്രം ഉപയോഗിക്കുന്നത്. ഇതിന്റെ ഒരു ആഡിനും കൂടി വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നത് അല്ലേ, SPCന്റെ. അപ്പൊ നല്ല പ്രൊഡക്റ്റ് ആണ് കേട്ടോ. ഇതിന്റെ ഒരു ഇത് ഞാൻ ഇൻസ്റ്റയിലൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് നോക്കി കാണാം, വിലയും കുറവാണ്. മറ്റുള്ള കെമിക്കലിനെല്ലാം വലിയ പൈസ ആവുന്ന ഇവര് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് വേറെ അങ്ങനെ ഇത് കഴിച്ചു കാണിക്കും പുള്ളി, വേറെ ഒരു ഇതുമില്ല. 2000-2800 രൂപ മുടക്കുമ്പോൾ നമുക്ക് ഇത് നിസ്സാര പൈസക്കാണ്. നമുക്ക് മാത്രല്ല ലേബർ ചാർജും കൂടുതലാണ്. അതെ അതെ. അപ്പൊ അതിന്റെ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയാ വന്നത്. അപ്പൊ എന്നാ പിന്നെ നമുക്ക് ഇനി ഭക്ഷണം കഴിയുമ്പോൾ കാണാം. വീഡിയോ ഡീറ്റെയിൽസ് ആയിട്ട് കാണണമെന്നുണ്ടെങ്കിൽ ഫേസ്ബുക്കിലുണ്ട്, ഇൻസ്റ്റയിലുണ്ടാവും. അതെ. അപ്പൊ എന്തായാലും നമ്മുടെ വന്ന കാര്യം കഴിഞ്ഞു. ഇനി ഇവിടെ ഇതാ മെയിൻ സംഭവം എന്താ, ചിക്കന്റെ കരള. അപ്പൊ ഇവിടെ ഇവരുടെ സ്പെഷ്യൽ ചിക്കൻ പൊരിച്ചതും പിന്നെ ബിരിയാണി ഒക്കെ വരുന്നുണ്ട്. നല്ല വിശപ്പുണ്ട് എല്ലാവർക്കും. അപ്പൊ അത് കഴിക്കാനുള്ള പരിപാടിയാണ്. അങ്ങനെ ഇരുന്നാലോ? വാ. ഇതാ ഇടുക്കിക്കാരുടെ സ്നേഹം. ഞങ്ങൾ കണ്ണൂക്കാരും ഇങ്ങനെയൊക്കെ തന്നെയാണേ അല്ലേ. അതിഥി ദേവോ ഭവ എന്നാണ്. വന്നോ. അപ്പൊ നല്ല സ്പെഷ്യൽ ബിരിയാണി ഉണ്ട്. അയ്യോ അങ്ങനെ പറയൂലല്ലോ. നല്ല ബിരിയാണി, ചിക്കൻ പൊരിച്ചത് നമ്മൾ ഏകദേശം കാലിയായിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ നല്ല തണുപ്പില് ഇതുപോലെ ചൂട് വറക്കുന്ന ബിരിയാണിയും കൂട്ടി ഒരു പിടുത്തം പിടിക്കട്ടെ അല്ലേ. എങ്ങനെയുണ്ട് കഴിച്ചിട്ടെന്ന് പറഞ്ഞ അഭിപ്രായം പറ എല്ലാരും. ചേട്ടാ കഴിക്കാ? ഇതാ നൈസാണോ? ഒരു നല്ല ശുദ്ധമായ ഒരു കറുകപ്പട്ട അവിടെ വന്നിട്ടുണ്ട്. ഇവിടെ ഉള്ളതെല്ലാം ഇവര് തന്നെ കൃഷി ചെയ്തെടുക്കുന്നതുകൊണ്ട് നല്ല കറുകപ്പട്ടയായിരിക്കും. മതി നിക്കട്ടെ കുറച്ച് നമുക്ക് ഇട്ടിട്ട്. നൈസാണ് അറിയാം. അങ്ങനെയുണ്ട്. അടിയിലാണോ ബിരിയാണി? നൈസാട്ടാ. നമ്മളെല്ലാരും കഴിക്കട്ടെ. ഒരു മണിക്കൂർ ദമ്മ് വെക്കണം. ആ പെട്ടെന്ന് വെച്ചിട്ട് ടൈം കിട്ടിയില്ല. കുഴപ്പമില്ല, പോട്ടെ, നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തോളാം. ആ കുഴപ്പമില്ല, നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തോളാം. എന്നാ പിന്നെ എന്തായാലും നമ്മളെ കഴിക്കും. നല്ല ടേസ്റ്റ് ഉണ്ട്. ലേശ ടേസ്റ്റ് കുറവുണ്ട്. ടേസ്റ്റ് പറഞ്ഞാലും ഇവിടെ നിങ്ങളുടെ സംഭവങ്ങളൊക്കെ നല്ല നാച്ചുറൽ സാധനമുള്ള അല്ലേ, അത് മതി. നല്ല ശുദ്ധമായ ഇലക്കായ സംഭവങ്ങളൊക്കെ ഇട്ട് ബിരിയാണി കഴിക്കുന്നത് തന്നെ ഭാഗ്യം. അപ്പൊ കഴിക്കട്ടെ. ഓക്കെ നമ്മളിവിടെ നിന്ന് ഇറങ്ങി. നല്ല ഭക്ഷണമൊക്കെ എന്നിട്ട് നല്ല സ്ഥലവും നല്ല ഭക്ഷണവും. മുത്തോണ്ണനൊക്കെ അടിപൊളി. അപ്പൊ എന്തായാലും പോവാന്നാ പിന്നെ ഇറങ്ങാ. ഓക്കെ വിട്ടാലാ. അപ്പോൾ നമ്മളിനി ഇവിടുന്ന് പോവുകയാണ് അടുത്തൊരു സ്പോട്ടിലേക്ക്. അവിടെ ചെറിയൊരു വീഡിയോ കൂടി എടുക്കാനുണ്ട് അല്ലേ. ഇതേ കിടക്കുന്നു നമ്മുടെ മുതലി. ഇവനാണ് കയറിപ്പോ. നമ്മുടെ ചെക്കൻ്റെ ഇവിടെ വീണ്ടും താഴോട്ട് ഇറങ്ങാൻ വേണ്ടി റെഡി ആയിപ്പുണ്ട്. ഞങ്ങൾ കയറിയാണ് വിടാം. അങ്ങനെ ഞങ്ങൾ മലയിറങ്ങിയല്ലേ. ഇടുക്കിയുടെ ഭംഗിയെല്ലാം പരമാവധി പകർത്തിയിട്ടുണ്ട്, ആസ്വദിച്ച് ഞങ്ങൾ അങ്ങനെ തിരിച്ച് വീണ്ടും നമ്മളിപ്പോ തൃശ്ശൂരിലെത്തി. എല്ലാവരും ഉണ്ട്. അപ്പൊ ഇനിയും ഫുഡ് കഴിക്കുന്നത് കാണിക്കുന്നില്ല. ഈ വീഡിയോ തുടങ്ങിയപ്പോ തൊട്ടേ ഫുഡ് കഴിക്കല. അപ്പൊ എന്തായാലും ഇനിയിപ്പോ തൃശ്ശൂർ എത്തി. നമ്മൾ നേരെ വീട്ടിലേക്ക് ഒരു 3:30 ആവും എത്തുമ്പോ. അപ്പൊ ഇനിയിപ്പോ അടുത്ത വ്ളോഗിൽ കാണാം. അപ്പൊ അതുവരെ എല്ലാവർക്കും ടാറ്റ, ബൈ 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 ബൈ. അടയോ